പൃഥ്വിരാജിനെ കൊണ്ട് കോമഡി പറ്റൂല എന്ന് പറഞ്ഞവർ ഈ പടം ഒന്ന് കാണണം. നമ്മുടെ പൃഥ്വിരാജിന്റെ ആദ്യത്തെ സിനിമ, ആ സിനിമയുടെ ഒരു വേറെ ലെവൽ റെഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ ജയജയെ കാണാൻ ആഗ്രഹിച്ച ആളുകൾക്കൊക്കെ ഈ പടവും കാണാം, ധൈര്യമായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം. പൊളിപ്പടം ഞാൻ ഒന്നും പറയില്ല, കിടിലം പടം. ചിരിച്ചിരിച്ചിരിക്കുക, ഫാമിലിയായിട്ട് വന്നാൽ പക്കയായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുക, അത്രേ ഉള്ളൂ. പടം സൂപ്പറാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പൈസ മുതലാക്കുന്ന രീതിക്കുള്ള എൻ്റർടൈൻമെൻറ്റ് ഫുള്ള് പടത്തിയുണ്ട്. പിന്നെ പൃഥ്വിരാജിനെ കൊണ്ട് കോമഡി പറ്റൂല എന്ന് പറഞ്ഞവർ ഈ പടം ഒന്ന് കാണണം. കാരണം അങ്ങേരി ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് ഫുള്ള് പൂണ്ട് വിളയാട്ടാണ് പടം. കോമ്പോ അടിപൊളി, ബേസിലും എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ഷേ ബേസിലും പൃഥ്വിരാജ് കോമ്പോ ഒക്കെ സൂപ്പറായിരുന്നു. നല്ല ഫാമിലി എന്റർടൈനർ ആണ്. ആൻഡ് രാജുവേട്ട നല്ല എനർജി പാക്ക് പെർഫോമൻസ് ആണ്. ത്രൂ ഔട്ട് ദ മൂവി ഇറ്റ്സ് കീപ്പിംഗ് അസ് ഇൻട്രസ്റ്റഡ്. ഇറ്റ്സ് എ ഗുഡ് എന്റർടൈൻമെന്റ് പടം. ജയ ഹിക്ക് ശേഷം വന്ന എനിക്ക് ആ ഒരു ലെവല് കയറിയോന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ തോന്നുന്നില്ല. പക്ഷേ അടിപൊളി പടം, കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ ഫസ്റ്റ് ഹാഫിൽ എന്തിനായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ ഈ പടത്തിലൊന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ അത് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു അടിപൊളി പടം. ഫാമിലിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല കോമഡിയാണ്. ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞത്. ജയജയെ കാണാൻ ആഗ്രഹിച്ച ആളുകൾക്കൊക്കെ ഈ പടവും കാണാം, ധൈര്യമായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം. കോമഡിയാണ്, ഫുൾ ഓൺ കോമഡിയാണ് പടം. ഹ്യൂമർ ജോണറിൽ തന്നെയാണ് പോകുന്നത്. ഒരു ഇമോഷൻസ് കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും പ്രധാന ഒരു ഹ്യൂമർ തന്നെയാണ്, അതിന്റെ പരിപാടി തന്നെയാണ് മൊത്തം ചുറ്റും പോകുന്നത്. അവരുടെ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജ് നന്നായി വർക്കായി. ഞാൻ പൃഥ്വിരാജ് ഹ്യൂമർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ആ കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ കോംബോ ഇനി ആവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പൊളിയായിരുന്നു. നമ്മള് ബേസിൽ പൃഥ്വിരാജ് കോംബോ അടിപൊളിയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു. പൊളിപ്പടം. ഒരു ഫാമിലി ആ ഒരു എന്റർടൈനർ സെയിം രീതിയിൽ ഫുൾ ഓൺ ഫാമിലി മൂവിയാണ്. പക്ക എന്റർടൈൻമെന്റ് ഫുൾ ടൈം കോമഡിയാണ്. 2-2.5 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അന്യായ പെർഫോമൻസ് തന്നെയായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും മാത്രമല്ല, എല്ലാവരും വരുന്നവരും പോകുന്നവരും എല്ലാം സ്കോർ ചെയ്ത് പോകുന്നൊരു കാഴ്ചയാണ് സിനിമയിൽ ത്രൂ ഔട്ടായിട്ട് കണ്ടിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഇവരുടെ കോമ്പിനേഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കുറച്ചൊരു ഒരു കാരിക്കേച്ചർ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ സിനിമകളുടെ റെഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് മനോഹരമായി എൻജോയ് ചെയ്യും. എടുത്തു പറയേണ്ടത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമ, ആ സിനിമയുടെ ഒരു വേറെ ലെവൽ റെഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ അറിയാത്തവരും പോലും കൈയടിച്ചു പോകും, ആ രീതിയിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം ഒരു വ്യത്യസ്ത ലെവലിലാണ് ഇത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അടുത്ത ഇതിപ്പം 1000 കോടിയിലല്ലേ എത്തിയത് മലയാള സിനിമ. ഇത് 1000 കോടി ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് ഈ സിനിമയിലൂടെ ആയിരിക്കും. പിന്നെ ടർബോ വരുന്നുണ്ട്, നമുക്ക് എന്താണെന്ന് കാത്തിരുന്ന് കാണാം. ഈ സിനിമ എനിക്ക് മനസ്സ് വെറുതെ, ഞാൻ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു അമ്പലപ്പറമ്പിൽ പോയി വലിയൊരു എന്താ പറയുക, ആ ഒരു പോയി ഇറങ്ങി വന്നൊരു ഫീലിലാണ് എനിക്കിപ്പം തോന്നുന്നത്. നല്ല കോമഡി എല്ലാം, ക്ലൈമാക്സ് എല്ലാം സൂപ്പറായി, നല്ല പടം.